സതീശ, ചെയ്യാത്ത ജോലിക്ക് എന്തിനാണ് നികുതിപ്പണം വാങ്ങി പുട്ടടിക്കുന്നത്? അത് ഒരു തരം നോക്കുകൂലിയല്ലേ? ഇന്നിപ്പോ നിയമസഭ ചേർന്നു. അതിദാരിദ്ര്യമുക്ത നാടായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഒരു സുപ്രധാന സഭാ സമ്മേളനം, അതും ശനിയാഴ്ചയായിട്ടും. സ്വാഭാവികമായിട്ടും ആ സഭാ സമ്മേളനം ചേരുമ്പോൾ ലക്ഷങ്ങൾ തന്നെ ചെലവാകും. അത് ആര് തന്നെ പറയുന്നുണ്ട്? സതീശൻ തന്നെ. പ്രഖ്യാപനങ്ങൾ സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക. നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം. ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി. കേട്ടല്ലോ, ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സർക്കാർ സഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് ആണല്ലോ. ആ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോ എന്ത് ചെയ്യണം? ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കണം. കാര്യം പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് ചേരുന്ന സഭാ സമ്മേളനമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ച നടക്കേണ്ട സഭയാണ് നിയമസഭ. അവിടെ കൃത്യമായിട്ട് വരിക, ഒപ്പിടുക, അലവൻസ് മേടിക്കുക. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2000-3000 രൂപ ഒരു ജോലിയും ചെയ്യാതെ, ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാതെ വന്ന് ഒപ്പിട്ട് ഞങ്ങൾ ഇതാ ബഹിഷ്കരിക്കുന്നു എന്ന പേരിൽ ഇറങ്ങിപ്പോയി മാധ്യമങ്ങളുടെ മുന്നിൽ പോയി നിന്ന് നേരത്തെ കാണിച്ചതുപോലെയുള്ള വാചക കസർത്ത് നടത്താൻ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടതുണ്ടോ? അതൊരു നോക്കുകൂലിയല്ലേ? ഇന്നും ഇപ്പോ സഭാ സമ്മേളനം ചേർന്നപ്പോൾ സതീശൻ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി. റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300. രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്തു പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട സർ, കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടം അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ആ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ. കേട്ടല്ലോ, ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണെന്ന് അറിയിക്കുകയാണ്. നേരത്തെ സഭാ നടപടികളുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ ഒപ്പിട്ടത്, നിങ്ങൾ ആ അലവൻസ് വാങ്ങിയെടുക്കുന്നത്, അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നതിന് തുല്യമല്ലേ? കേരളത്തിൽ ചെയ്യാത്ത ജോലിക്ക് പ്രതിപക്ഷം എന്തിനാണ് നികുതി പണം അവരുടെ അവകാശമായി കൈപ്പറ്റുന്നത്? അന്തസ്സുള്ള വ്യക്തികളാണെങ്കിൽ ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്നതിന്റെ പേരിൽ സഭയിൽ നിന്ന് വാങ്ങാതിരിക്കുക. ഇനി അവർക്കിത് ബഹിഷ്കരിക്കണമെങ്കിൽ സ്പീക്കറെ അറിയിക്കാമല്ലോ, ഞങ്ങൾ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. പക്ഷേ പൈസ അത് മുഖ്യം ബിഗിലെ, അത് നേരിട്ട് വരിക, 10 പൈസയുടെ പണിയെടുക്കാതിരിക്കുക. 10 പൈസയുടെ പണിയെടുക്കാതെ 5 മിനിറ്റ് പോലും അവിടെ ഇരിക്കാതെ ഇറങ്ങിപ്പോകുന്നതിന് വ്യക്തികൾക്ക് 3000 രൂപ വരെ എന്തിനു കൊടുക്കേണ്ടിയിരിക്കുന്നു? ഈ നാട്ടിലെ സാധാരണക്കാരെ അല്ലെങ്കിൽ തൊഴിലാളികളെയൊക്കെ നോക്കുകൂലി വാങ്ങുന്നവർ എന്ന് അധിക്ഷേപിക്കുന്നവർ ഈ നാട്ടിലെ സഭയിലെ നോക്കുകൂലി വാങ്ങുന്ന രീതി നാട്ടുകാർ കാണണം. ഇത് കഴിഞ്ഞിട്ട് പ്രധാനം എന്താണ്? ഈ സഭാ സമ്മേളനം തന്നെ നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചെല്ലുക, പണം വാങ്ങി പോക്കറ്റിൽ ഇട്ടതിന് ശേഷം പിന്നെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുക. ക്യാമറ അഭിനയിച്ചാൽ മാത്രമേ എന്റെ പേര് നാട്ടുകാരുടെ മുന്നിൽ എഴുതി കാണിക്കത്തുള്ളൂ. വാർത്താ കച്ചവടക്കാരുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി അതിനുശേഷം സഭയിൽ വന്ന് ജോലി ചെയ്യാതെ പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ഈ പ്രതിപക്ഷത്തിന്റെ നടപടിയെ ഈ നാടിന് അംഗീകരിക്കേണ്ടതുണ്ടോ? ഇത്തരം കാപട്യങ്ങൾ കാണിക്കുമ്പോൾ അന്തസ്സുള്ള വ്യക്തിയാണെങ്കിൽ, ഞങ്ങൾ ഇന്നത്തെ ദിവസം സഭയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റിയിട്ടില്ല, ഞങ്ങളുടെ ജോലി മാധ്യമങ്ങളുമായി സംസാരിക്കുക. നിങ്ങൾ മാധ്യമങ്ങളുമായി സംസാരിച്ചോളൂ, ആ പദ്ധതിയെ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ നികുതി പണം ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടോ? അതിനുള്ള ജോലി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ കച്ചവടത്തിനും അടുത്ത അധികാര രാഷ്ട്രീയത്തിനും വേണ്ടി നിങ്ങൾ നടത്തുന്ന കോലാഹലങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരം നാടകങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കാൻ കഴിയില്ല തന്നെ.
അക്കാര്യത്തിൽ എന്താണ് സതീശൻ എന്ന നീതിമാനായിട്ടുള്ള വ്യക്തിയുടെ തീരുമാനമെന്ന് നാട്ടുകാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട പല ബില്ലിലും ചർച്ചയ്ക്ക് പങ്കെടുക്കാതെ ഇതുപോലെ ആയിരക്കണക്കിന് രൂപ വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സഭയിൽ വന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ ബഹിഷ്കരിക്കുന്നു, പങ്കെടുക്കില്ല എന്ന് മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കൊടുക്കുകയോ സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഫണ്ടാണ് മുഖ്യം ബിഗിലെ, അത് വാങ്ങിയെടുത്തതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടിഎയും ഡിഎയും വാങ്ങിയെടുക്കുന്ന ആ നെറുകേട് കാട്ടിയതിനു ശേഷം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്ന പ്രവർത്തനം നാട് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ലക്ഷങ്ങൾ പൊടിച്ചു എന്ന് സതീശൻ തന്നെ പറയുമ്പോൾ അതിന്റെ വലിയൊരു വിഹിതം പറ്റിക്കൊണ്ടു പോകുന്നത് ആര് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ പ്രതിപക്ഷമാണെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്.